അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കേൾവിയും കാഴ്ചയും സംസാരശക്തിയും സെൻസും കോമൺ സെൻസും ഒക്കെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഇതിൻ്റെയൊക്കെ വില മനസ്സിലാക്കുന്നത് ഇതൊന്നും ഇല്ലാത്തവരെ നോക്കുമ്പോഴാണ്, കാഴ്ചയില്ലാത്തവരെ കാണുമ്പോഴാണ് കാഴ്ചയുള്ള നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോന്നും സെൻസും കോമൺ സെൻസും ഒക്കെ അള്ള നമുക്ക് നൽകിയത് ഇതൊന്നും ഇല്ലാത്തവരെ കാണുമ്പോഴാണ്. ഞാൻ ഇന്ന് കുറേ അൽഹംദുലില്ലാ പറഞ്ഞു അള്ളാഹുവിന്. എന്താ കാരണം എന്നറിയോ? ഇതുപോലൊരു കോമൺ സെൻസും ഇല്ലാത്ത, സെൻസുമില്ല, കോമൺ സെൻസുമില്ല, കാഴ്ചയുമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ കുറേ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങളും അറിയാതെ ഒരു പക്ഷേ അൽഹംദുലില്ലാന്ന് പറഞ്ഞു പോകും. അതുകൊണ്ടൊരു വലിയ ഖൈറല്ലേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞങ്ങൾ അഭയം തേടുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വർഗ നരകങ്ങൾ വരെ തീരുമാനിക്കുന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തലച്ചോറില്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മളെ നാറ്റക്കോയ. അദ്ദേഹം തൂണും തുരുമ്പും ആളിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും കൂടെ കേട്ടോ. അദ്ദേഹം പാട്ടുകാരനെന്ന് പറഞ്ഞാൽ കൂടെ ആരെങ്കിലും കൂടെ പാടാനുണ്ടെങ്കിൽ ആൾ പൊളിക്കും. നല്ല പാട്ടുകാരനാണ്. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥന, ആ കണ്ണട ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ആ ഭാഗത്തെ ആ വൃത്തികേടങ്ങ് മാറിയനെ. ഏതായാലും ഇനിയിപ്പോൾ പോട്ട് ആ പാട്ടൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. പാട്ടുകാരൻ മാത്രമല്ല, അദ്ദേഹം സർവോപരി ഒരു ഗാനരചയിതാവും കൂടാണ്. ഗാനരചയിതാവ്. പക്ഷേ ഗാനം ഇങ്ങനെ വരണമെങ്കിൽ ആര് വേണമെന്നറിയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ വേണം. അതാണ് മാറ്റർ. ആറ്റക്കോയത്തങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പാട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ആറ്റക്കോയത്തങ്ങളുടെ കറാമത്താണ് കേട്ടോ. നിങ്ങളൊന്ന് ആള് രചിച്ച ആ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. തൊഴിലാക്കി വെച്ച് നാട്ടുകാരെ പറ്റിക്കും നാറ്റക്കോയ, അങ്ങനെയാണ് പാട്ട് പാടേണ്ടത്. ഇതൊക്കെയാണെങ്കിലും ആള് വലിയ ഒരു ആത്മീയ ജ്ഞാനിയാണ്. നമ്മുടെ ഈ ഖുർആൻ വ്യാഖ്യാതം എന്നൊക്കെ പറയില്ലേ, മുഫസ്സിർ, ഖുർആൻ വ്യാഖ്യാതം എന്നതുപോലെ വലിയ വിജ്ഞാനിയാണ് ആൾ, ആത്മീയ ജ്ഞാനി. ആളിൻ്റെ വായിൽ നിന്നും വീഴുന്നത് മുഴുവനും പവിഴമാണ്, വല്ലാത്ത ജാതി. അപ്പോൾ ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സഹോദരി സ്വലാത്തുൽ ഫാത്തിഹയുടെ സദസ്സിലേക്ക് എന്തോ നേർച്ചയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ സൂറൽ ഫാത്തിഹ, അതാണല്ലോ ആദ്യ സൂറത്ത്, ഇത് ആൾ തട്ടിക്കൂട്ടിയതാണ് എന്നാണ് പറയുന്നത്. പൊട്ട, മരപ്പൊട്ട, എന്താ വിളിക്കേണ്ടതെന്നറിയില്ല. ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഒന്ന് അടിച്ച് നോക്കണ്ടേ മൊബൈലിനകത്ത് ഈ സാധനം ഉണ്ടോ, സ്വലാത്തുൽ ഫാത്തിഹ എന്നും പറഞ്ഞൊരു സ്വലാത്തുണ്ടോ എന്ന് അടിച്ച് നോക്കണ്ടേ. അപ്പം ഈ പാവപ്പെട്ടവൻ എന്ത് മനസ്സിലാക്കി? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണെന്ന് മനസ്സിലാക്കി. മനസ്സിലായ? ബഹുമാനപ്പെട്ട നൂറെ ഹബീബിൻ്റെ കറാമത്തെ. ഏതായാലും അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ. എത്രയോ നാളായി പാവപ്പെട്ടവന് തങ്ങളുടെ പുറയിൽ ഇങ്ങനെ നടക്കുകയാണ്, തങ്ങളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടി. അതനുസരിച്ച് ബഹുമാനപ്പെട്ട ആറ്റക്കോയാത്തങ്ങളും നമ്മുടെ നൂറെ ഹബീബും ഇങ്ങനെ വളർന്നു 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 പന്തലിച്ച് വരികയാണ്. അർഹമർ റഹീമീനായ അല്ലാഹു ഖിയാമത്ത് നാളോളം ഈ മഹത്തായ മജ്ലിസ് നിലനിർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹാമനുഷ്യൻ്റെ
വാക്കുകളും കൂടി നിങ്ങളൊന്ന് കേൾക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നാൽ മതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഇയാൾ എന്ത് ചെയ്യാണ്, ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യണമെങ്കിൽ മതത്തെക്കുറിച്ച് ഒരു മിനിമം നോളജ് ഉണ്ടായിരിക്കണം. അതുപോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇയാൾ. ഖുർആന്റെ തുടക്കം എന്ന് പറയുന്നത് സൂറ അൽ ഫാത്തിഹ ആണ്. അതേ സമയത്ത് ഇയാൾ ആ ഫാത്തിഹയെ പോലും അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഫാത്തിഹയെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇയാൾ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പേരിട്ടുകൊണ്ട് എന്തോ ഒരു സംഭവം തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത് ചൊല്ലുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഫളിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചൂഷണം. മാത്രമല്ല അതിലൂടെ ഇയാൾ ഒരുപാട് രോഗശാന്തി നൽകുന്നുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വ്യക്തി. അതും കൂടെ നമുക്ക് കേട്ടോക്കാം. ഒരു സഹോദരൻ അയച്ച മെസ്സേജാണ് ഞാൻ വായിക്കുന്നത്. അസ്സലാമു അലൈക്കും തങ്ങളുപ്പ, എനിക്കും പറയാനുണ്ട്. എന്റെ ഉമ്മാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, ഒരു ഭാഗം കുഴഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുമ്പോൾ ഞാൻ മജ്‌ലിസിലേക്ക് പൈസയും സലാത്തുൽ ഫാത്തിഹയും തലയുടെ ഇടത് ഭാഗം രക്തം കട്ടയായിരുന്നു.